Hi everyone, welcome to Creative Learning. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മളാണെങ്കിൽ യൂസറിൻ്റെ നിന്ന് ഒരു വാല്യൂ വാങ്ങിച്ചു, അത് വേരിയബിളിനകത്തോട്ട് വെച്ചു, യൂസറിൻ്റെ ഏജ് അതൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് ഈ വാങ്ങിക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് വെച്ച് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, ലൈക്ക് ദാറ്റ്. നമ്മുടെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നോക്കാം. അപ്പം അതിന് നമ്മൾ കോഡിങ്ങിന് സഹായിക്കുന്ന ആൾക്കാരാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ജസ്റ്റ് ഒന്നുമില്ല, നമുക്കിപ്പം അഡീഷൻ ചെയ്യാൻ നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്യും, സബ്ട്രാക്ഷൻ ചെയ്യാൻ നമ്മൾ മൈനസ് സൈൻ യൂസ് ചെയ്യും, ഡിവിഷൻ ചെയ്യാൻ ഡിവൈഡിൻ്റെ സൈൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സൈനാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനകത്ത് അതില്ല. നമ്മളാണെങ്കിൽ സ്ലാഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പിന്നെന്താ മൾട്ടിപ്ലിക്കേഷന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ക്രോസ് മാർക്ക് അല്ലെങ്കിൽ ഇൻറ്റു എന്ന് പറയും. ബട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് അതെന്തായിരിക്കും, സ്റ്റാർ ആയിരിക്കും. എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ എ വേരിയബിൾ ആൻഡ് വാല്യൂ. വേരിയബിളും ആൻഡ് വാല്യൂസും വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് അല്ലാണ്ട് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെയാണ് പച്ച വിസിബിലിറ്റി ഉള്ളല്ലേ. അപ്പം അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ഒരു ടൈപ്പ് ഓപ്പറേറ്റേഴ്സും കൂടെ ഉണ്ട്, അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ് ആര്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പ് ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദമായിട്ട് നോക്കാം. അത് നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം. പുതുതായിട്ട് കേൾക്കുന്ന കാര്യമല്ലേ മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് എന്നുള്ള. മോഡുലസ് നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും പ്രോഗ്രാമിനകത്തോട്ട് വരുമ്പോൾ കുറച്ച് ഇതുണ്ട്. ഓക്കെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും നമ്മൾ പൊതുവെ തന്നെ നമ്മൾ പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അഡീഷന് പ്ലസ് സൈൻ യൂസ് ചെയ്യും, സബ്ട്രാക്ഷന് മൈനസ് സൈൻ യൂസ് ചെയ്യും. മുമ്പേ പറഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ക്രോസ് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാർ ആയിരിക്കും. ആൻഡ് ഡിവിഷന് നമ്മൾ സ്ലാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇനി മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് നോക്കാം. നമുക്ക് മോഡുലസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. റിട്ടേൺ ദ ഡിവിഷൻ റിമൈൻഡർ. മോഡുലസ് നമുക്ക് തരുന്ന വാല്യൂ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ മോഡുലസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വേറൊരു സംഖ്യയായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണോ വരുന്നത് അതായിരിക്കും നമുക്ക് തരുന്നത്, മോഡുലസ് തരുന്നത്. ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്നൊരു വേരിയബിളുണ്ട്, അതിൻ്റെ വാല്യൂ 10. ബി എന്ന് പറയുന്ന വേരിയബിളുണ്ട്, അതിൻ്റെ വാല്യൂ 20. അതിൻ്റെ വാല്യൂ 8. എൻ്റെ വാല്യൂ 10, ബീൻ്റെ വാല്യൂ എത്ര, 8. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ചെയ്യാം, എ മൈനസ് ബി, എ മൾട്ടിപ്ലൈഡ് ബൈ ബി. ഓക്കെ, ഈ സ്റ്റാർ വന്നതിൻ്റെ അർത്ഥം അത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ആൻഡ് ഫൈനലി എ ഡിവൈഡഡ് ബൈ ബി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്തായിരിക്കും വരുന്നത്, അത് വേണേ എ എന്ന് പറയുന്നത് 10 പ്ലസ് 8 ഈക്വൽ ടു 18 വരും. എ മൈനസ് ബി 10 മൈനസ് 8 ഈക്വൽ ടു എത്ര, 2 കിട്ടുന്നത്. എ ഇൻറ്റു ബി 10 ഇൻറ്റു 8, അതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും, 80. ഇനി എ ഡിവൈഡഡ് ബൈ ബി 10 ഡിവൈഡഡ് ബൈ 8 ഇസിക്കൽ ടു 1 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരും. ഓക്കെ, അപ്പം ഞാനത് കണക്ക് ചുമ്മാ വലുതായിട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് വേണ്ടെന്ന് പറയുന്നത് മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം.
ഓക്കെ, ഞാൻ അപ്പം വീണ്ടും എൻ്റെ എയും ബി എടുക്കുകയാണ്. 10 എന്ന് പറഞ്ഞെടുത്തു. ബീൻ്റെ വാല്യൂ എത്ര? 8 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ഞാൻ ഈക്വൽ ടു ഇടുന്നതുകൊണ്ട് നിങ്ങളാണെങ്കിൽ സംശയിക്കല്ലേ, ബിക്കോസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും മാത്തമാറ്റിക്സും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഇവിടെ നടക്കാറുണ്ട്. 10 ബീൻ്റെ വാല്യൂ 8. ഞാൻ അതുകൊണ്ട് ഇനി തൊട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൈഫൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആരോ മാർക്ക് യൂസ് ചെയ്താണ് ഞാൻ എന്താ വാല്യൂസ് പറയുന്നത്. ബിക്കോസ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോഴേ ഈക്വൽ ടു ഒക്കെ ഇട്ട് പോയാൽ. സോ ഓക്കെ, ഞാൻ ഇനി തൊട്ട് യൂസ് ചെയ്യുന്നത് എന്താ ആരോ മാർക്കായിരിക്കും. 10 ബീൻ്റെ വാല്യൂ 8 എന്നും പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യം എന്താ മോഡുലസ് ചെയ്ത് നോക്കാം. മോഡുലസ് അപ്പം എ ബി ബി ഇതെന്നും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? എ മോഡ് ബി, അല്ലാണ്ട് എ ഡിവൈഡഡ് ബൈ ബി അല്ല. ശ്രദ്ധിച്ചാണ്, ഡിവിഷൻ്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, അതല്ല ഇവിടെ എഴുതി ചെയ്തേക്കുന്നത് എ മോഡ് ബി. എ മോഡ് ബി എന്ന് പറയുന്നത് 10 മോഡ് 8. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ മുമ്പ് ഇതിൻ്റെ ഡെഫിനിഷനകത്ത് പറഞ്ഞു, മോഡുലസിൻ്റെ ഡെഫിനിഷനകത്ത് നമ്മൾ പറഞ്ഞു മോഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിവിഷൻ്റെ റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിവിഷൻ്റെ റിമൈൻഡർ എത്ര ആയിരിക്കും? ഇപ്പോൾ 10 മോഡ് 8 എന്ന് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം നമ്മൾ 10 ഡിവൈഡഡ് ബൈ 8. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10/8 റിമൈൻഡർ ആയിരിക്കും. ഓക്കെ, എൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 10/8 റിമൈൻഡർ ആയിരിക്കും. ഞാൻ അതിനെന്താ എൻ്റെ ഡിവിഷൻ്റെ ടേബിൾ ഞാൻ വരച്ചു. 10 എഴുതി, 8 എഴുതി. 10-നകത്ത് എത്ര വശമുണ്ട്? 8. ഒരു വട്ടമുണ്ട്, അതിനായിട്ട് 8. ഇവിടെ ബാക്കി എത്ര വരുമായിരിക്കും? 2 വരുമായിരിക്കും. ഇനി ഇവിടെ നമുക്ക് പോയിൻ്റ് ഇട്ടാൽ ബാക്കി നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പോകും. പക്ഷേ മോഡുലസ് വരുമ്പോൾ നമ്മളാണെങ്കിൽ എന്താ ഡെസിമൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്താ കണക്ക് ഡെസിമലിനകത്തോട്ട് പോകത്തില്ല. ഇവിടെ നമുക്ക് പോയിൻ്റ് ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും 20 എന്നും പറഞ്ഞെടുക്കാൻ പറ്റും. 2 ആണ് 16. ഓക്കെ, ബാക്കി 4 വന്നു. പിന്നെ ആ രീതിയിൽ അങ്ങനെ പോകും. നമുക്കാണെങ്കിൽ എന്താ അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മോഡുലസ് വരുവാണെങ്കിൽ നമ്മളാണെങ്കിൽ എന്താ ഡെസിമൽ ഫ്രാക്ഷൻ എന്ത് ചെയ്യത്തില്ല? എടുക്കത്തില്ല. ഡെസിമൽ ഫ്രാക്ഷൻ എടുക്കുന്നതിന് പകരം ഇവിടെ എത്ര റിമൈൻഡർ 2 എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 10 മോഡ് 8ൻ്റെ ആൻസർ എത്ര? 2. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 10-ന് പകരം നമുക്കാണെങ്കിൽ എത്ര? 15 മോഡ് 3 എന്നും പറഞ്ഞ് നോക്കാം. 15 മോഡ് 3ൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 15 ഡിവൈഡഡ് ബൈ 3. 5 വട്ടം വരുമ്പോഴത്തേക്ക് 15 വന്നു, റിമൈൻഡർ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. 15 മോഡ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരിക്കലും എടുക്കുന്നത് അതിൻ്റെ ഡിവിഡൻറ്റ് അല്ല, ഡിവിഷൻ ചെയ്തതിൻ്റെ വാല്യൂ അല്ലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതല്ല ഒരിക്കലും എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന വാല്യൂ ഏതായിരിക്കും? നമ്മുടെ റിമൈൻഡർ വാല്യൂ ആയിരിക്കും. എപ്പോഴും എടുക്കുന്ന വാല്യൂ ഏതായിരിക്കും? റിമൈൻഡർ വാല്യൂ ആയിരിക്കും. ഇത്രേ ഉള്ളൂ മോഡുലസിനകത്ത്. പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, 10ഉം 8ഉം 2 വാല്യൂ ഉണ്ട്. മോഡുലസ് എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 8 ചെയ്യും. നമ്മൾ 10 ഡിവൈഡഡ് ബൈ 8 ചെയ്യും. ഇതിൻ്റെ റിമൈൻഡർ വാല്യൂ 10 മോഡ് 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ഡിവൈഡ് ബൈ 8ൻ്റെ റിമൈൻഡർ വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അത് നമ്മൾ ഡിവിഷൻ ടേബിൾ ചെയ്ത് നോക്കുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 8 വരും. അതിന് ഒരു വട്ടം ചെയ്യുമ്പം നമുക്ക് എത്ര? 8 എന്ന് പറഞ്ഞു തരും. വീണ്ടും 2 എന്ന് പറഞ്ഞു തരും. ഇനി ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മൾ എന്താ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. മോഡുലസ് ആണെങ്കിൽ അവിടെ എന്താ ഡെസിമൽ പോയിൻ്റ് വരത്തില്ല. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് വരാത്തതുകൊണ്ട് തന്നെ 2 ആയിരിക്കും ഇവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ 2 ആയിരിക്കും എന്താ 10 മോഡ് 8ൻ്റെ ആൻസർ. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത സംഭവമാണ് ഇൻക്രിമെൻറ്റ്. ഡിക്രിമെൻറ്റ്. ഓക്കെ, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും
എന്താ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കതിന് ഡെഫിനിഷൻ നോക്കാം. നമ്മൾ മോഡുലസിൻ്റെ മാത്രമല്ല ഉപയോഗിക്കണം. ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യുന്ന സിമ്പിൾ കണ്ടാ എന്താ 2 പ്ലസ്. ഒരു വട്ടം പ്ലസ് ഇട്ടാൽ എന്താ അഡീഷൻ, 2 വട്ടം പ്ലസ് ഇട്ടാൽ അതെന്തായിരിക്കും ഇൻക്രിമെൻറ്റ്. ഒരു വട്ടം മൈനസ് ഇട്ടാൽ അത് സബ്ട്രാക്ഷൻ, 2 വട്ടം മൈനസ് ഇട്ടാൽ അതെന്തായിരിക്കും ഡിക്രിമെൻറ്റ്. ഓക്കെ, ഇവിടെ 2 പ്ലസ് 2 മൈനസ്, 2 പ്ലസ് വന്നാൽ ഇൻക്രിമെൻറ്റ്, 2 മൈനസ് വന്നാൽ ഡിക്രിമെൻറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇൻക്രിമെൻ്റ് എന്ന് നോക്കാം. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ബൈ 1. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഇൻക്രീസ് ചെയ്യുകയെന്ന് മനസ്സിലായി. എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു വേരിയബിളിൻ്റെ വാല്യൂ. ആ വേരിയബിളിൻ്റെ വാല്യൂ എത്ര വെച്ചായിരിക്കും ഇൻക്രീസ് ആവുന്നത്? 1 വെച്ച്, +1 വെച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. സെയിം തന്നെ ഡിക്രിമെൻറ്റ് വരുമ്പോഴത്തേക്കാണെങ്കിൽ എന്താ, 1 വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരിടത്ത് ഇൻക്രിമെൻറ്റ് കൂടുകയാണെങ്കിൽ ഡിക്രിമെൻറ്റ് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് നമ്മൾ നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ എ എന്നുള്ള വാല്യൂ ഉണ്ട്. എയുടെ വാല്യൂ 10, ഓഫ് കോഴ്സ് ബീൻ്റെ വാല്യൂ 8. നമ്മൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താ, ++. ഇൻക്രിമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻക്രിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ A++, ഡിക്രിമെൻ്റ് ആണെങ്കിൽ അത് A-, ആയിരിക്കും. ഇപ്പം A++ എന്ന് പറയുന്നത് ഇപ്പം ഇവിടുത്തെ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എയുടെ വാല്യൂ 10 എന്താ, ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയുടെ വാല്യൂ 10 ബിയുടെ വാല്യൂ 8. ഓക്കെ, ഇൻക്രിമെൻറ്റിനകത്ത് നമ്മൾ എന്താ പറഞ്ഞാൽ, ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ എത്ര വെച്ച് കൂടും, 1 വെച്ച് കൂടും. അപ്പോൾ ഇവിടെ നടക്കാൻ പോകണമെന്ന് പറയുന്നത്, ഇവിടെ നടക്കാൻ പോകണത് എന്തായിരിക്കും, 10 + 1. 10 + 1 എത്ര, 11. ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, ബിയുടെ വാല്യൂ എത്ര, 8. A-, എന്ന് വെച്ചാൽ ഡിക്രിമെൻ്റാണ് നടക്കാൻ പോകുന്നത്. ഡിക്രിമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 - 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര എന്ന് പറഞ്ഞിട്ടും 7 എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ ഇൻക്രിമെൻറ്റിനകത്തും ഡിക്രിമെൻറ്റിനകത്തും. ഇൻക്രിമെൻറ്റിലാണെങ്കിൽ എന്താ, ഒരു വാല്യൂ കൂടി പോവും. ഡിക്രിമെൻറ്റിലാണെങ്കിൽ ഒരു വാല്യൂ മൈനസ് ആയിട്ട് വരും. ഞാൻ ഒരു സാധനം കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് സിമ്പിൾ സാധനമാണ്. എന്താ, നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനകത്തോട്ട് വരാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസൈൻ ദ വാല്യൂ ടു എ വേരിയബിൾ. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും പറയുകയാണെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും കിട്ടും, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും കിട്ടും. 3 സാധനങ്ങൾ ഒരുമിച്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ടു അസൈൻ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂ എന്താ എടുത്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് അസൈൻ എന്ന് പറയും. അസൈൻമെൻറ്റിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എന്താ, അസൈൻ എന്ന് പറയും. അസൈൻ യൂസ് ചെയ്യുന്നത് എന്താ, ഒരു വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂ എടുത്തു വയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻറ്റ് ഒരു പേര് എ. എനിക്ക് 2-3 വേരിയബിൾ ഡിക്ലെയർ ആണ്. ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, A, B, C. അതെന്താ, എൻ്റെ സെമിക്കോളൻ ഇടും. ഇത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 3 വേരിയബിൾ ഡിക്ലെയർ ആയി. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് പറയാം A = 10. A = 10 എന്ന് പറഞ്ഞു. B = 33 അതിൻ്റെ സെമിക്കോളൻ. C = 42. ഓക്കെ, ഞങ്ങൾക്ക് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഒറ്റ തവണയാണ് ഈക്വൽ ടു ഉള്ളത് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അസൈൻ എന്ന്, അല്ലെങ്കിൽ എന്താ, അസൈൻമെൻ്റ് എന്ന്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒറ്റ തവണ ഈക്വൽ ടു ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ്. ഓക്കെ, നമുക്കിനി ഒരു വാല്യൂ, എയുടെ വാല്യൂ 10 ആണോ, ഈക്വൽ ടു 10 ആണോ എന്നുള്ള ചോദ്യം വരുമല്ലോ. എയുടെ വാല്യൂ 10 ആണോ എന്നുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമുക്കെന്താ ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ അത് നമ്മൾ എന്താ, എ കമ്പയർ ചെയ്യുക, ആരുമായിട്ട് കമ്പയർ ചെയ്യുക,
10 കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളവിടെ എത്ര ഈക്വൽ ടു യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ 2 ഈക്വൽ ടു യൂസ് ചെയ്യും. ഓക്കെ, ഈക്വൽ ടു 10 ആണോ നോക്കും. ഇതാണ് സത്യം പറഞ്ഞാൽ എന്താ ഈക്വൽ ടു എന്ന് വെച്ചാൽ എയുടെ വാല്യൂ 10 ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതേസമയം അസൈൻ 10 എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ 2 സൈഡ് കാണാം. ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ LHSും കാണാം RHSും കാണാം. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. വേണ്ട, അതൊന്നും വേണ്ട. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഓക്കെ, ഈ അസൈൻമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ തവണ ഈക്വൽ ടു യൂസ് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ ഇവിടെ റൈറ്റിൽ ഇരിക്കുന്ന ആരാ 10, 33, 42 എന്ന് പറയുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂവിനെ എടുത്ത് എങ്ങോട്ട് വയ്ക്കും? ലെഫ്റ്റ് സൈഡിനകത്തോട്ട് വയ്ക്കും. ഈ ഇരിക്കുന്ന വാല്യൂവിനെ എടുത്ത് എങ്ങോട്ട് വയ്ക്കും? ലെഫ്റ്റ് സൈഡിനകത്തോട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ നടക്കുന്നത് എന്താ? ലെഫ്റ്റിലിരിക്കുന്ന വാല്യൂവിനെ എടുത്ത് എങ്ങോട്ട് വയ്ക്കും? റൈറ്റ് സൈഡിനകത്തോട്ട് വയ്ക്കും. ഒരു വേരിയബിളിനകത്തോട്ട് എന്തെടുത്ത് വയ്ക്കും? വാല്യൂ എടുത്ത് വയ്ക്കും. ഇവിടെ ഇരിക്കുന്ന എത്രയാണോ വാല്യൂ, ഇവിടെ എത്ര 10, ഈ 10നെ എടുത്ത് എക്കകത്തോട്ട് വയ്ക്കും. അപ്പോൾ എയുടെ വാല്യൂ എത്ര ആയി പോകും? 10 ആയി പോകും. ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണ്. കാരണം എന്താ, നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റി എന്നും പറഞ്ഞ്. ഇവിടെ നോക്ക്, ബിയോ ഇൻ്റാണ്. ഈ 33 എടുത്ത് അതിനകത്തോട്ടാണ് ബിക്കകത്തോട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം ഈ ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്ര ആയി പോകും? 33 എന്നായി പോകും. ഇനി സീൻ്റെ വാല്യൂ 42 എന്നാണ് എഴുതി ചെയ്തേക്കുന്നത്. 42 എടുത്ത് നമ്മളെന്താ സിക്കകത്തോട്ട് വെച്ചു. 42 എന്നുള്ള വാല്യൂ എടുത്ത് എന്നത്തിനകത്തോട്ട് വെച്ച് സിക്കകത്തോട്ട് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു തന്നാൽ, ഞാൻ ഇൻറ്റ് എ ഒരു വേരിയബിൾ വാങ്ങിച്ചു. ഞാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് സ്കാനഫ് വഴി എന്താ വാല്യൂ വാങ്ങിച്ചു. അപ്പോൾ യൂസർ എനിക്ക് തന്ന വാല്യൂ എന്ന് പറയുന്നത് 25. ഞാൻ എന്നിട്ട് പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് എഫിനകത്ത് എന്താ %d കോമ എന്തെന്ന് പറഞ്ഞു കൊടുത്തു? എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാനാണെങ്കിൽ എന്തെന്നും പറഞ്ഞു കൊടുത്തു? അസൈൻ 52, 25 തിരിച്ചിട്ട് 52 എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് എഫിനകത്ത് വീണ്ടും ഞാൻ സെയിം സാധനം തന്നെ ആരാ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്? തന്നെ പോകുന്നത്. %d %d കോമ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി നോക്കാം ഇവർ രണ്ടിടത്തും കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ തൊട്ട് നമ്മൾ ആരെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന? എന്നെ തന്നെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ തവണ സെക്കൻഡ് ടൈം ഇത്. ഒന്നാമത്തെ തവണ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന, രണ്ടാമത്തെ തവണ ആരെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന? തന്നെയാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. യൂസർ 25 എന്ന വാല്യൂ വന്നു. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എത്ര എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 25 ആയിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ കഥ മാറി. അസൈൻ 52 എന്ന് പറഞ്ഞു കൊടുത്തു. ഒരിക്കലും ഇത് ഈക്വൽ ടു 52 എന്ന് വായിക്കല്ലേ. അസൈൻ 52. ഓക്കെ, ഈ സാധനം സംഭവിച്ചാൽ അല്ലെ ഈക്വൽ ടു സൈന് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും ഒറ്റ ഈക്വൽ ടു ഉള്ളൂ. ഒറ്റ ഈക്വൽ ടു ഉണ്ടെങ്കിൽ സംഭവം എളുപ്പമാണ്. എന്തായിരിക്കും? റൈറ്റ് ഇരിക്കുന്ന വാല്യൂ എടുത്ത് ലെഫ്റ്റിന് വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ 52 എന്ന വാല്യൂ എടുത്ത് ആർക്ക് വെച്ച് കൊടുക്കും? എക്ക് വെച്ച് കൊടുക്കും. എക്ക് ഇനി എന്തൊക്കെ വാല്യൂ ഉണ്ടോ, ഏതൊക്കെ വാല്യൂ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം പോയിട്ട് ഈ അസൈൻമെൻറ്റ് എവിടെയാണോ യൂസ് ചെയ്തേക്കുന്നത് ആ വാല്യൂ, അപ്പോൾ കറൻറ്റ്ലി എന്താ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂ എത്ര ആണോ അതെടുത്ത് എക്ക് വെച്ച് കൊടുക്കും. എക്ക് ഇനി മുമ്പ് 25 ആണോ 10 ആണോ 8 ആണോ എന്നൊന്നും നോക്കില്ല. അവിടെ എന്താ ടൈപ്പ് മാത്രം നോക്കും. ഇൻറ്റിജർ ടൈപ്പാണോ? ആണ്. ഈ 52 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. ടൈപ്പ് നോക്കും. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇൻ്റെന്ന് പറയുന്ന ഒരു ക്യാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ എന്താ അവിടെ ഈ സംഭവം നടക്കത്തില്ല. അവിടെ എറർ അടിച്ച് കാണിക്കും. ബിക്കോസ് എന്താ ഡാറ്റ ടൈപ്പ് സെയിം അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ 52 എടുത്തതിനകത്തോട്ട് വയ്ക്കും, എക്കകത്തോട്ട് വയ്ക്കും. അപ്പം പിന്നെ പ്രിൻ്റ് ചെയ്യാൻ കാണിച്ചാൽ അവിടെ എന്താ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 52 ആയിരിക്കും. സോ സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യം ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരെ നമുക്കാണെങ്കിൽ എന്താ ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എന്താ ഈ പറഞ്ഞതിനകത്ത് മനസ്സിലായില്ലെങ്കിലും കോഡ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒരു കാര്യം മറന്നുപോയി. നമ്മളെന്താ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും പറഞ്ഞില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ഇനി തൊട്ട് ഈക്വൽ ടു 25 ആ രീതിയിൽ എടുക്കുന്നില്ല, അല്ല അത് പറയുന്നില്ലെന്ന്. എന്ന് വെച്ചാൽ
എ ഈക്വൽ ടു എല്ലായിരിക്കും, അത് എ അസൈൻ ആയിരിക്കും. എ അസൈൻ 10 എന്നായിരിക്കും. ഇനി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആരോ യൂസ് ചെയ്യുകയാണെന്ന്. B8 ഇത് അസൈൻ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ജസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയും, ഷോർട്ട് ഫോം ആയിട്ട്. ഓക്കെ, ഇൻക്രിമെൻ്റ് എന്താ യൂസ് ചെയ്യുന്നത്? പ്ലസ് പ്ലസ് സൈനാണ് യൂസ് ചെയ്യുന്നത്. ഡിക്രിമെൻറ്റിന് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് മൈനസ് മൈനസ് സൈൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 8. ഓക്കെ, നമ്മളപ്പം നോക്കുകയാണ് എ പ്ലസ് പ്ലസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എയുടെ വാല്യൂ 36 എന്നും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും എ പ്ലസ് പ്ലസ് ചെയ്തു. ഇവിടെ ബി ആണ് ഞാൻ ഇതെടുക്കുന്നത്, ബി മൈനസ് മൈനസ് എന്ന് കൊടുത്തു. അതുകൊണ്ട് ബിക്ക് ഞാൻ വേറൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു 41. എന്നിട്ട് ബി ആണെങ്കിൽ ഞാൻ എന്താ മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ വരാവുന്ന പോസിബിൾ ഔട്ട്കം എന്താണെന്ന് കരുതിയാൽ, ഇത് ഒരിക്കലും കറക്റ്റ് കോഡല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പോസിബിൾ ഔട്ട്കംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരിക്കലും ഇത് ആൻസർ ആയിരിക്കത്തില്ല, ഇതെന്താ നമുക്ക് പോസിബിൾ വരാവുന്ന ഔട്ട്കം ആയിരിക്കും. ഇത് നമ്മളെന്ത് വേറെ ഏതെങ്കിലും വേരിയബിളിനകത്തോട്ട് എടുത്ത് വെച്ചൊക്കെ പ്രിൻറ്റ് ചെയ്താൽ ഔട്ട്കം. ഓക്കെ, എ പ്ലസ് പ്ലസ്, എയുടെ ഇപ്പോഴത്തെ കറൻറ്റ് വാല്യൂ എത്ര? 10. എയുടെ കറൻറ്റ് വാല്യൂ എത്ര? 10. 10 പ്ലസ് പ്ലസ്, അപ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? 10 പ്ലസ് 1. 10 പ്ലസ് 1 എത്ര? 11. ഓക്കെ, ഇപ്പം എയുടെ കറൻറ്റ് വാല്യൂ എത്ര ആയിരുന്നു? 11. ഇപ്പോൾ കറൻറ്റ് വാല്യൂ 11. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് എന്താ? 36 എടുത്ത് അങ്ങോട്ട് വയ്ക്കും, 11-നകത്തോട്ട് വയ്ക്കും. അപ്പോൾ എയുടെ വാല്യൂ എത്ര ആയി പോവും? 36 എന്നായി പോവും. അതറിയാലോ അസൈൻമെൻറ്റ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ എയുടെ കറൻറ്റ് വാല്യൂ എത്ര? 36. അപ്പോൾ എയുടെ കറൻറ്റ് വാല്യൂ എത്ര ആയിരിക്കും? 36. ആ 36 പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 36 പ്ലസ് 1. 36 പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 37 ആയിരിക്കും. ഇതാണ് നമുക്ക് ഇവിടെ പോസിബിൾ വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി ബിയുടെ നോക്കാം. ബിയുടെ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 8 മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രിമെൻ്റ് ആവുക അർത്ഥം. 8 ഡിഗ്രിമെൻ്റ് ആവുമെന്ന് വെച്ചാൽ എന്താ? -1 വെച്ച് ഇങ്ങനെ എന്താ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. 8 മൈനസ് 1 എത്ര? 7. അത് നമ്മളിവിടെ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞ് 41 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം 8 എന്ന് പറയുന്ന വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്യും. ആര്? 41 ഒന്ന് ഓവർ റൈറ്റ് ചെയ്യും. അപ്പോൾ ബിയുടെ കറൻറ്റ് വാല്യൂ എത്ര ആയി പോവും? 41 എന്നായി പോവും. ഇനി അവിടെ പിന്നെയും കൊടുത്തേക്കുന്നു ബി മൈനസ് 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 എന്ന് വെച്ചാൽ ഡിഗ്രിമെൻ്റ്. അപ്പം ബിയുടെ കറൻറ്റ് വാല്യൂ എത്ര? ബിയുടെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 41. അപ്പം 41 മൈനസ് 1 ഡിഗ്രിമെൻ്റ് ആകുമ്പോൾ എന്താ? 1 വെച്ച് കുറയും. അപ്പോൾ 41 മൈനസ് 1 എത്ര? 40. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് നമുക്ക് എന്താ ഒന്ന് കോഡ് ചെയ്ത് വെക്കാം. ഹർഷത് മേത്ത ഇതാരെങ്കിലും കണ്ടായിരുന്നോ? അറിയാ പുള്ളിയാ? ഓക്കെ, അവിടെ കോഡ് എടുക്കുന്നു. ഞാനൊരു ചെറിയ ഡോക്യുമെൻറ്റ്സ് കോഡിങ്ങിനകത്ത് സി ഓപ്പൺ. ഓക്കെ, ഇതിനു മുമ്പ് ചെയ്തത് കുറച്ച് കിടപ്പുണ്ട്. അത് കാര്യം കണ്ട, ഞാൻ പുതിയൊരു വേരിയബിൾ തുടങ്ങുകയാണ്. വേരിയബിളിൻ്റെ പേര് എന്താ? ഫയൽ തുടങ്ങണം. ഫയലിൻ്റെ പേര് sample.c എന്താണെങ്കിലും ഇടാമല്ലോ നമുക്ക്. ഓക്കെ, പിന്നെ അവിടെ മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാ? ഹാഷ് ഇൻക്ലൂഡ് stdout.h int main return 0. int main return 0. ഇതാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്കെന്താ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് എ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഞാനാണെങ്കിൽ എന്താ ബിയും കൂടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, നമുക്കിനി യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് യൂസറിൻ്റെ അടുത്ത് എന്താ പ്രിൻറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. പ്രിൻ്റ് യൂസറിൻ്റെ അടുത്ത് പറയുക എന്താ
യൂസറിൻ്റെ വാല്യൂ അത് ഞാനാണെങ്കിൽ എന്താ സ്കാനഫിനകത്ത് %d, %a. അപ്പോൾ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഞാൻ വാങ്ങിച്ചു. ഓക്കെ, ഇവിടെ കൊണ്ട് കാരണം എന്താ സെമിക്കോളൻ യൂസ് ചെയ്യുന്നില്ല. സിക്കകത്ത് നമ്മളെപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? സെമിക്കോളൻ യൂസ് ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും, നിങ്ങൾ ആ രീതിയിൽ പഠിക്കുക. നമ്മൾ വേറെ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ അതിൻ്റെ ആ ചെറിയ ഡിഫിക്കൽട്ടീസാണ്. ബിക്കോസ് കുറച്ച് ഓൾഡ് ലാംഗ്വേജ് അല്ലാതെ പുതിയ ലാംഗ്വേജിനകത്തോട്ട് വരുമ്പോൾ എന്താ നമ്മുടെ ഈ സെമിക്കോളൻ ഇതുപോലത്തെ സാധനമൊന്നും ആവശ്യമില്ല. അപ്പം അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക്. ബട്ട് നിങ്ങളെന്താ സെമിക്കോളൻ യൂസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് പ്രിൻ്റ് എഫിനകത്ത് വീണ്ടും യൂസറിൻ്റെ നിന്ന് 1 വട്ടം കൂടെ വാങ്ങിക്കണ്ടേ? ബിക്കോസ് നമുക്ക് 2 വേരിയബിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യണം. അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് /n. എന്താ /n? പിന്നെ ചെയ്യുമ്പോൾ എന്താ അടുത്ത ലൈനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഇതുണ്ട്, ഇതല്ല, ഇതാണ്. ഇങ്ങനെ എന്ന് വെച്ചാൽ തറയിലോട്ട് റൈറ്റിലോട്ട് ചരിവ് വരുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളെന്താ 2 വേരിയബിൾ വാങ്ങിച്ചു. പ്ലീസ് എൻ്റർ അനദർ വാല്യൂ. അതിൻ്റെ അടുത്ത് അങ്ങോട്ട് വയ്ക്കണം, ബിക്കകത്തോട്ട് വയ്ക്കണം. അപ്പോൾ യൂസറിൻ്റെ നിന്ന് എക്കകത്തോട്ടും ബിക്കകത്തോട്ടും നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ വാങ്ങിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യൂസറിനെ പല ഓപ്പറേഷൻസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? യൂസറിനെ പല ഓപ്പറേഷൻസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഇനി ഇവിടെ കുറച്ച് വേറെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. അതും ഇൻറ്റിജർ ടൈപ്പ് തന്നെ ആയിരിക്കും. നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യണ്ടേ? ഓപ്പറേഷൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അപ്പം ഫസ്റ്റ് വേരിയബിൾ ഞാൻ ആഡ് പറഞ്ഞു വെച്ചു. ആഡ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ a+bയുടെ ആൻസർ വരാൻ വേണ്ടി. പിന്നെ സബ്ട്രാക്ഷൻ ചെയ്ത് തന്നെ സബ് എന്ന് പറഞ്ഞു വെച്ചു. മൾട്ടിപ്ലിക്കേഷന് ഓക്കെ. പിന്നെ എന്താ ഡിവിഷൻ div എന്ന് പറഞ്ഞു വെച്ചു. എന്നൊക്കെ ഇത് കൂടാതെ നമ്മൾ ഏതൊക്കെ വേരിയബിൾ ഇതാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു അസൈൻമെൻറ്റ് പഠിച്ചു, മോഡുലസ് പഠിച്ചു, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റും പഠിച്ചു. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്ത് വയ്ക്കാം. മോഡ് ഇൻക്രിമെൻറ്റിന് ഞാൻ ഷോർട്ട് ഫോമായിട്ട് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. എന്താ ഞാൻ കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ ആഡ്, സബ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എന്താ മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ യൂസറിനെ കാണിക്കാമല്ലോ എന്നിട്ട്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ എന്താ പരിപാടി തുടങ്ങാം. ആദ്യം നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എന്ന് പറയുന്ന വേരിയബിളെ അസൈൻ ഈക്വൽ ടു ഇട്ട് എന്താ അസൈന് അതിനകത്തോട്ട് വെക്കേണ്ട വാല്യൂ എന്ന് വെച്ചാൽ ആഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമുക്ക് വെക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് a+b. എയും ബിയും കൂടെ കൂട്ടിയിട്ട് ആ കിട്ടുന്ന വാല്യൂ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് വെക്കണം. ആഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് വെക്കണം. അപ്പം അതിന് ചെയ്യാൻ വേണ്ടി ഞാൻ ആഡ് അസൈൻ എന്താ a+b എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? റൈറ്റിൽ കിടക്കുന്ന a+bയുടെ വാല്യൂ എടുത്ത് എങ്ങോട്ട് വയ്ക്കും? ആഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് വയ്ക്കും. സിമ്പിൾ. ഇതേപോലെ തന്നെ ആയിരിക്കും നമുക്കവിടെ ബാക്കിയുള്ള സാധനങ്ങളും. സബ്ട്രാക്ഷൻ അസൈൻ a-b ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അസൈൻ a(xb) എന്നാണോ കൊടുക്കണ്ട? xb എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ അതിൻ്റെ ബി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അതിവിടെ തെറ്റായിരിക്കും. കാരണം എന്താ, നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇൻറ്റുവിന് പകരം എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർ ആയിരിക്കും. ഓക്കെ, എന്നാലേ അത് എന്ത് ചെയ്യത്തുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രൊഡക്റ്റ് എടുത്തോളൂ. ഓക്കെ, ഇനി അടുത്ത ഡിവിഷൻ ചെയ്യാൻ വേണ്ടി a/b എടുക്കും. ഓക്കെ, a/b. അതുകൊണ്ട് ഇനി അടുത്ത് നമുക്ക് മോഡുലസ് നോക്കാം. മോഡ് അസൈൻ a%d അല്ലെങ്കിൽ d b. ഓക്കെ, അതേപോലെ തന്നെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? a++. ഡിക്രിമെൻ്റ് അസൈൻ b -.
ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. ഓക്കെ, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും ചെയ്തു, അസൈൻമെൻറ്റ് ഓപ്പറേഷനും കൂടെ ചെയ്തു. ഓക്കെ, ഇനി ഇതെല്ലാം യൂസറിന് എന്ത് ചെയ്ത് കാണിക്കാം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. പ്രിൻ്റ് എഫിനകത്ത് നമുക്ക് എന്താ യൂസറിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. The sum of values, സം ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഹൈഫൺ ഇട്ടിട്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, പെർസെൻറ്റേജ് ഡി കോമ, അവിടെ എന്തായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്, സം ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. സോറി, സം അല്ലല്ലോ, അഡീഷൻ ചെയ്തത്. അപ്പം ആഡ്. ഓക്കെ, ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യാണ്. ഓപ്ഷൻ ഷിഫ്റ്റ് തറയിട്ട്. മാക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സെയിം സാധനം തന്നെ തറയിലോട്ട് ഇത് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഷിഫ്റ്റ് തറയിലോട്ടാക്കിയാൽ മതി. വിൻഡോസിനകത്ത് വരുമ്പം ആൾട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീ ആയിരിക്കും. കറക്റ്റ് എനിക്കറിയാം വിൻഡോസിനകത്തെ കാര്യം. ഓക്കെ, സം ഡിഫറൻസ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് പിന്നെന്താ മോഡ് ഇൻക്രിമെൻറ്റഡ്. ഓക്കെ, ഇവിടെ കൈ കൊടുപ്പി. സബ്ട്രാക്ഷൻ ചെയ്ത വാല്യൂസ് പ്രൊഡക്റ്റ് ആകുമ്പം മൾട്ടിപ്ലൈ ചെയ്തത്, സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവൈഡ് ആകുമ്പം ഡിവിഷൻ, മോഡ് ആകുമ്പം മോഡ് വാല്യൂ, ഇൻക്രിമെൻ്റ് ആകുമ്പം ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഡിക്രിമെൻറ്റ്, അത് നമ്മളെന്താ ഡിക്കെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ യൂസറിന് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്ത് കാണിക്കാൻ പോവാം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പോവാം. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് എടുത്തിടാം. ഓക്കെ, നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് 2 വാല്യൂ വാങ്ങിച്ചു. അതിൻ്റെ യൂസറിന് എന്താ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്ത് പോവാം. ഓക്കെ, സി കമ്പൈൽ ആൻഡ് റൺ കൊടുത്തു. ഓക്കെ, പ്ലീസ് എൻ്റർ എ വാല്യൂ 12 എന്ന് പറഞ്ഞു കൊടുത്തു. യൂസ് എൻ്റർ അനദർ വാല്യൂ 12നെക്കാട്ടി ചെറിയൊരു വാല്യൂ എടുക്കാം, നമുക്ക് 8 എന്ന് പറഞ്ഞു കൊടുക്കാം. 10 8 വെച്ചായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് വാരി വെച്ച് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ എല്ലായിടത്തും ഇത് ചെയ്ത് കൊടുക്കുക, സ്ലാഷിനൊന്ന് ഇട്ട് കൊടുക്കുക, മറക്കല്ലേ. നമ്മുടെ വേരിയബിൾ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലാഷിന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ല ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. നമുക്ക് ഈ ടൈം കറക്റ്റ് വാല്യൂസ് എടുക്കാം. നമ്മുടെ എൻ്റെ ടെർമിനലൊന്ന് വലുതാക്കി വെച്ചേക്കാം. ഓക്കെ, ഞാൻ കറക്റ്റ് വാല്യൂസ് എടുക്കാം. 10, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ എത്ര 8 എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റർ അടിച്ചു. സം ഓഫ് വാല്യൂസ് 18, ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 8 ആയിരിക്കും. ഇവിടെ ഡിവൈഡഡ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 വരാനുള്ള ആൻസർ എന്താ, കാരണം എന്താ, പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂസ് അവിടെ എടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 1.2 എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ബട്ട് നമ്മൾ അതിൻ്റെ കാരണം പറഞ്ഞുതരാം, വ്യക്തമാണ് അതിൻ്റെ കാരണം. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പം എന്ന് വെച്ചാൽ ദ ഡിവൈഡർ അല്ലെ ഡിവിഷൻ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊന്നും കിട്ടിയത് 10 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.25 അങ്ങനെ ആയിരിക്കും. അന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ
ഈ വേരിയബിൾ അല്ല ഇതിനകത്താണ് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്, ഇൻറ്റിജറിനകത്താണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻറ്റിജർ ആകുമ്പോൾ അവിടെ എന്താ ഡെസിമൽ പോയിൻറ്റ്സ് വരില്ല. ഡെസിമൽ പോയിൻ്റ് ഉള്ള വാല്യൂസ് എന്താ അവിടെ എടുക്കത്തില്ല. ആ ഡെസിമൽ പോയിൻറ്റിന് മുന്നേ എത്ര ഉണ്ടോ അതാണ് മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിട്ട് ഇൻറ്റിജർ വാല്യൂ എത്രയാണോ അതേ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ 10 ഡിവൈഡഡ് ബൈ 8 കിട്ടിയ ആൻസർ എത്ര? ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 1 പോയിൻറ്റ് സംതിങ് വരുന്നതാണ്. ബട്ട് ഇവിടെ വന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു ഡിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി അത് തന്നെ മോഡ് വാല്യൂ നോക്കി. മോഡ് എടുക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയാണോ വരുന്നത് അതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, മോഡ് എടുത്തപ്പോൾ ദ മോഡ് ഓഫ് വാല്യൂസ് 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻക്രിമെൻറ്റ് ഓഫ് വാല്യൂസ് എന്ന്. ഓക്കെ, ഇനി അടുത്ത ഇൻക്രിമെൻറ്റോടെ വാല്യൂ നോക്കി. ഇൻക്രിമെൻറ്റോടെ വാല്യൂ നോക്കിയപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 11, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 10. അതേപോലെ തന്നെ ഡിഗ്രിമെൻറ്റ് നോക്കി. ഞാനിവിടെ കൊടുത്തത് 10 ഇട്ടല്ലേ, അപ്പോൾ എനിക്ക് വരേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ കാരണം എത്ര? 11.7. പക്ഷെ എനിക്കിവിടെ വന്നേക്കുന്ന എത്ര? 10 കിട്ടും തന്നെ ഇന്ത്യൻ പ്രിൻ്റ് ആക്കി വെച്ചേക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളെന്താ ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്താ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്വന്തമായിട്ട് പോയി തപ്പിയിരുന്ന് ചെയ്ത് നോക്കി അതിൻ്റെ ആൻസർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അതിനെ കറക്റ്റാക്കാൻ എന്താണ് വഴി എന്നുള്ളത് എന്താ ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ നിങ്ങളെന്താ അത് കൊണ്ടുവന്ന് എന്താ ഒന്ന് ഇവിടെ പ്രിൻ്റ് ഇത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൂഗിളിൽ കിടക്കുന്ന ആൻസർ അതേപോലെ എടുത്ത് ഇവിടെ ഇത് ചെയ്യാനല്ല, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മളാണെങ്കിൽ എന്താ അസൈൻമെൻറ്റ് വരെ ആയിട്ടുള്ളൂ. എൻ്റെ ഇടയ്ക്ക് ഞാൻ കാണാൻ പറഞ്ഞു കേട്ടോ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇനിയും 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ആകെ നോക്കിയിട്ടുള്ള ഏതാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് മാത്രം. എന്ത് ചെയ്യും, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞാൽ ലെങ്ത് കൂടി പോകും തോന്നുന്നു. സോ അത് നമുക്ക് എന്താ ചെയ്യാം, അടുത്ത വീഡിയോയ്ക്കകത്ത് അതിനെക്കുറിച്ച് പറയാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.